ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുക്കർ അടച്ച് 5-6 വിസിലിന് വേവിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന മട്ടന്റെ വേവിനനുസരിച്ച് വിസിലിന്റെ എണ്ണത്തിനും വ്യത്യാസം വരും കേട്ടോ. എനിക്കിവിടെ കറക്റ്റ് 5 വിസിലാണ് വേണ്ടി വന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-12 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ 4 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6-7 എണ്ണം എടുക്കാം കേട്ടോ. ഈ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു ചെറിയ പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ചതച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മട്ടനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുക്കറിലെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ തുറന്നു നോക്കാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കാം. നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ സവാള നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈ സമയത്ത് തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കുക. തക്കാളി ഇതുപോലെ സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒരുപാട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൽ നമ്മൾ ചേർക്കുന്ന പച്ചമുളകിന്റെയും കുരുമുളക് പൊടിയുടെ എരിവാണ് വേണ്ടത്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടനും ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. മട്ടൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലല്ല കേട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരണം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയേ. 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു മട്ടൻ കറിയാണ് ഇത്. അപ്പത്തിനും പൊറോട്ടയ്ക്കും നമ്മുടെ ചോറിനും ഒക്കെ അടിപൊളി കോംബോ ആണ് ഇത്. ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഈ മട്ടൻ കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്